എല്ലാവർക്കും സംശയത്തിനിടയാക്കിയ ഒരു റെസിപ്പി ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ പലരും പല ഇഞ്ചിക്കറി പുളിയിഞ്ചി സാമ്പാർ എന്ന് വരെ പറഞ്ഞവരുണ്ട് കേട്ടോ. ഇത് തമറിൻ പിക്കിളാണ്. ഇത് പുളി മിഠായി അല്ല, പുളി ശർക്കരയല്ല. പലരും പല മറുപടികളാണ് പറഞ്ഞത്. അതിൽ എനിക്ക് പറയാനുള്ളത്, ഞങ്ങളിതൊരു പ്രത്യേക രീതിയിൽ തയ്യാറാക്കുന്ന തമറിൻ പിക്കിൾ. ഇത് 2-3 മെത്തേഡിൽ ചെയ്യാം കേട്ടോ. നമ്മൾ ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മെത്തേഡിലാണ് ഞങ്ങളുടെ മേക്കിങ് കേട്ടോ. പുളിയെ നന്നായി പിഴിഞ്ഞെടുത്ത് ഉപ്പൊക്കെ ഇട്ട് ശർക്കര പാനിയാക്കി ഒഴിച്ച് മസാലകൾ ചേർത്ത് സ്പെഷ്യൽ മസാല ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റി വിഭവം. ടേസ്റ്റി എന്ന് പറഞ്ഞാൽ ഇത് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ലേഡീസ്, അല്ലെങ്കിൽ പനിയൊക്കെ പിടിച്ച് നമുക്ക് ആഹാരമൊക്കെ കഴിക്കാതിരിക്കാൻ പറ്റും, ഇവിടെ വായിൽ രുചി അറിയാതിരിക്കുമല്ലോ, അപ്പോഴൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി വിഭവമാണ് കേട്ടോ. ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പരലുപ്പ് പൊടിച്ചതൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി 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 നമ്മുടെ കാശ്മീരി പൊടി ചേർത്ത്. കാശ്മീരി പൊടി എന്ന് പറഞ്ഞാൽ നല്ല ചുവന്ന കളർ കിട്ടാൻ വേണ്ടിയിട്ടാണേ. തമറിൻ പിക്കിളെന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും ഇത് എളുപ്പമാണെന്നും. തീർച്ചയായിട്ടും ഇത് എളുപ്പമല്ല. ഇത് നല്ല പണിയാണ്. ഗ്യാസിൽ വെക്കരുത്. അടുപ്പിലുണ്ടാക്കുമെങ്കിൽ അടുപ്പിലേ വെക്കാവുള്ളൂ. കാരണം ഇത് പണിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ ഇന്ത്യയിൽ എല്ലാവരുടെയും അയച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ബിരിയാണി, ഞാൻ ഇന്നലെ ബിരിയാണിയോടൊപ്പമാണ് കഴിച്ചത്. നല്ല സൂപ്പറായിരുന്നേ, ഭയങ്കര സൂപ്പറായിരുന്നു. നിങ്ങൾ ഒരു വട്ടം ചെയ്തു നോക്കണേ. ഇതുപോലെ ചെയ്യാൻ ഞാൻ പറയത്തില്ല, കാരണം ഇത് ഒത്തിരി പണിയുള്ളതാണ്. ഇത് കുറുക്കി വറ്റിച്ചെടുക്കണം. ഇത് കുറച്ച് ചിലവേറിയ പണിയാണ് കേട്ടോ. ഇത് കുറുക്കി വറ്റിക്കുക, പുളിയായിട്ട് എടുത്തിട്ട് ചെയ്യുക, അത് വേറൊരു മെത്തേഡാണ്. അത് നെക്സ്റ്റ് ഞങ്ങൾ കാണിക്കാം കേട്ടോ. ഞങ്ങളുടെ സ്പെഷ്യൽ മസാല, സീക്രട്ട് മസാല എന്നൊക്കെ പറയാം, അതൊക്കെ ചേർത്തിട്ട് തമറിൻ പിക്കിളാണ്. ഇത് നമ്മുടെ സൈഡ് ഡിഷായിട്ട് വേണമെന്നുള്ളവർ ഞങ്ങളുടെ ഷോപ്പിലോ എനിക്ക് മെസ്സേജോ ഒക്കെ ചെയ്തോളുക, അയച്ചു തരാം. ഇന്ത്യയിൽ എല്ലായിടത്തേക്കും ഞങ്ങൾ അയക്കുന്നുണ്ട്. അപ്പോൾ നല്ല പോളി മാസമായിട്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ കുറുവി വന്നേ, നന്നായിട്ട് കുറുവണം. കുറുവി വരണം. ഇത് കുറുവി എടുക്കുമ്പോഴുണ്ടാകുന്നൊരു രുചി, ഇതൊരു 2-3 ദിവസം എടുക്കുമ്പോഴൊരു രുചിയുണ്ടല്ലോ, ഒരു പ്രത്യേക ടേസ്റ്റാണേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പിക്കിളാകും. അപ്പോൾ നമുക്കൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് ഇത് സ്കൂളിൽ കൊടുത്തയക്കാൻ ഇതുണ്ടെങ്കിൽ സൈഡ് ഡിഷായിട്ട് കേട്ടോ, ഭയങ്കര സൂപ്പറാണ് തമറിൻ പിക്കിൾ. നമ്മളിത് പണ്ടുണ്ടാക്കുമായിരുന്നു, പിന്നെ കുറേ നാളായിട്ട് ഇല്ലായിരുന്നു. ഇപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പലരും പല കാര്യങ്ങളാണ് പറഞ്ഞത്. ശർക്കര പുളി എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞു, ഇത് ഞാൻ പറഞ്ഞു എന്ന്. ഒരിക്കലും നിങ്ങൾ പറഞ്ഞത് കറക്റ്റല്ല. ഇത് തമറിൻ്റെ അച്ചാർ എന്ന് തന്നെ നിങ്ങൾ പറയണമായിരുന്നു. അത് പറയാത്തത് കൊണ്ട് ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നൊരു സമ്മാനമൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. ഈ സമ്മാനം എന്ന് പറയുന്നത് നിങ്ങളെ സ്നേഹത്തോടെ ഞങ്ങളെ ചേർത്ത് പിടിക്കുമ്പോൾ ഞങ്ങളും ചേർത്ത് പിടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സമ്മാനം നിങ്ങൾക്ക് അതുകൊണ്ടൊന്നൊരു വലിയ നഷ്ടമൊന്നും ഉണ്ടാവാൻ പോണില്ല. അതൊരു സന്തോഷം തന്നെയാണ്. ഒരു 10 രൂപ പോകുന്നിടത്ത് ഞങ്ങളങ്ങനെ ഉയരരിഞ്ഞ് പോകുന്നവരൊന്നും അല്ല കേട്ടോ. കോരി വയ്ക്കുകയാണേ. ഇതൊക്കെ ഇരുന്ന് സെറ്റായിക്കോളൂ. കോരി വെച്ചിട്ട് എനിക്ക് വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ വായിൽ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് ഇഷ്ടത്തോടെ നീ